ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു 3x3 റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ തന്നെ നിരവധി മെത്തേഡുകൾ ഉണ്ടാവാം. അപ്പോൾ ഒരുപാട് പേര് നിരവധി തവണ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ളവരുണ്ടാവാം. അതുപോലെ നോക്കിയിട്ട് നടക്കാതെ ശ്രമം ഉപേക്ഷിച്ച ആൾക്കാരുണ്ടാവാം. അപ്പം ഇത് ചെയ്യുന്നതിന് നിരവധി മെത്തേഡ്സ് ഉണ്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട്. പലരും ഇങ്ങനെ നമ്മുടെ തമ്പനയിലൊക്കെ വെച്ചിരിക്കുന്ന കാണാം. ഒരു 3 മിനിറ്റ്സിൽ റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം, 5 മിനിറ്റ്സിൽ എങ്ങനെ സോൾവ് ചെയ്യാം. അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അത്രയും സമയത്തിൽ പറ്റത്തില്ല. ആദ്യമായിട്ട് കുറച്ചൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിപ്പം ഈ കാണിക്കുന്ന മെത്തേഡ് എനിക്ക് അറിയാവുന്നതിൽ ഏറ്റവും എളുപ്പം എന്ന് തോന്നിയൊരു മെത്തേഡാണ് ഞാനിപ്പം ഈ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അവസാനം വരെ ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട്, ഞാൻ ഇതിന് മുന്നേ മറ്റൊരു മെത്തേഡിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡ് പഠിച്ചത് പിന്നെ എനിക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതാണ്. അപ്പം നമ്മുടെ കയ്യിലൊരു റൂബിക്സ് ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ്സ് ആണ്. അപ്പം എപ്പോഴും ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരിടത്ത് ഈ സെൻറ്റർ പോയിൻ്റ് ഇത് മൂവ് ആവില്ല. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ മൂവ് ആക്കാൻ പറ്റും. പക്ഷേ ഈ സെൻറ്റർ പോയിൻ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാ ഈ ക്യൂബ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് സെൻറ്ററിൽ മാത്രം ക്യൂബ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്കെൽട്ടൻ പോലുള്ളൊരു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റർ പോയിന്റുകൾ അതാണ്. ഒന്ന് യെല്ലോയുടെ നേരെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും. അതുപോലെ റെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആയിരിക്കും. ദെൻ ഗ്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബ്ലൂ. ഇത്രയായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഈ സെൻറ്റർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പം ചെയ്യാൻ പോകുന്നൊരു മെത്തേഡ്. ഇത് ഞാൻ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പം നമ്മളെ വീഡിയോ ഉറപ്പായിട്ടും കുറച്ച് ലെങ്ത് ഉണ്ടാവും. പക്ഷേ മുഴുവൻ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്കെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരാൾക്കല്ലാതെ ആത്മാർത്ഥമായിട്ട് വേണമെന്ന് ശ്രമിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ക്യൂബ് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത് മെമ്മറി ഒരു പവറായിട്ട് ഇതിൽ ഈ ഫോർമുലൈക്കേഷൻസ് എന്നൊക്കെ പറയുന്ന ലാസ്റ്റ് വരുമ്പോൾ ഉള്ള കുറച്ച് സംഭവമാണ്. അതൊരു വലിയ സംഭവമൊന്നുമല്ല. അതിന് വളരെ ഈസി ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. പറഞ്ഞു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരല്പം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കാദ്യം നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മളിപ്പോൾ എടുക്കുന്നത് എപ്പോഴും നമ്മൾ പല വീഡിയോസിൽ കണ്ടിട്ടാവും നമ്മൾ ഈ യെല്ലോ ബേസ് ചെയ്തായിട്ട് എടുക്കുന്നത് ഏറ്റവും ടോപ്പിൽ. ഇതാണ് നമ്മളെ ടോപ്പ് എന്ന് പറയുന്നത്. ടോപ്പ് ഇത് നമ്മൾ ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന പോർഷൻ ഇതാണ്. ഓക്കെ, ടോപ്പ് ഇതാണ്. ഫ്രണ്ട് ഫേസ് ചെയ്യുന്നത് നമുക്ക് മാറി വരും, എങ്ങനെയാണ് വരും. പക്ഷേ ടോപ്പ് എപ്പോഴും യെല്ലോ ആയിരിക്കും. ആ യെല്ലോ ടോപ്പ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ കാണുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. ഇത് യെല്ലോ. നമ്മളിപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ യെല്ലോയുടെ 4 ഈ സെൻറ്റർ ഈ പ്ലസ് എന്നുള്ള ഈ യെല്ലോയുടെ ചുറ്റുമുള്ള ഈ 4 കോർണറല്ല, സെൻറ്ററിലുള്ള ഈ 4 ക്യൂബും നമ്മൾ വൈറ്റ് കൊണ്ടുവരണം. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, പക്ഷേ ഇത് ഇപ്പർ സൈഡിലാണ് ഇരിക്കുന്നത്. ഇതിന് മുകളിലാണ് വരേണ്ടത്. അതിന് നമുക്ക് ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കത് 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. ഇത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെയാണ് വൈറ്റ് ഇരിക്കുന്നത്. ജസ്റ്റ് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ യെല്ലോ ടോപ്പ്. എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് താഴോട്ട് റൊട്ടേറ്റ് ചെയ്തു ഇതിനെ തിരിച്ചു കൊടുക്കുക. സോ ഇവിടെ വൈറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ്, ജസ്റ്റ് വെരി ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇവിടെ വൈറ്റ് വന്നു. അടുത്തത് നമുക്ക് ഇനി 3 ഉണ്ടല്ലോ, നോക്കാം. ഇവിടെയും ഈ പറഞ്ഞ പോലെ റെഡിൻ്റെ തൊട്ടപ്പുറത്തൊരു വൈറ്റ് ഇരിപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. 2 പോർഷനിൽ നമുക്ക് വൈറ്റ് ആയി. ഇപ്പോൾ വീണ്ടും 2 പെൻഡിങ് ഉള്ളത്. ഇവിടെ വൈറ്റ് ഇരിപ്പുണ്ട്. സെയിം ജസ്റ്റ് ഇങ്ങോട്ട് തിരിക്കുക, തിരിച്ചു കൊടുക്കുക. ഇനി ഒരെണ്ണമുള്ളത് ഈ വൈറ്റ് ഈ സെൻറ്ററിലുള്ള വൈറ്റ് എവിടെയാണ് ഉള്ളതെന്ന് നോക്കണം. സെൻറ്ററിൽ ഇവിടെയാണ് ഈ വൈറ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ ആക്കാൻ പറ്റില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വരും, പക്ഷേ ഇവിടെ ഉള്ളത് പോകും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റിന് ഈ സൈഡിലാണ് കൊണ്ടുവരുള്ളത്. അപ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഈ സാധനത്തിന് ഇവിടെ കൊണ്ടുവന്നു. നമ്മുടെ നേരെ ഈ ടോപ്പ് മാത്രം റൊട്ടേറ്റ് ചെയ്ത് ഈ വൈറ്റ് വയ്ക്കാൻ പാകത്തിന്, നമ്മുടെ വൈറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്, വൈറ്റ് വയ്ക്കാൻ പാകത്തിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. ഇത് ചിലപ്പം ആദ്യം ഒരു കൺഫ്യൂഷൻ പോലെ തോന്നും, പക്ഷേ ഈസിയാണ്. നമുക്ക് ഈ വൈറ്റ് സെൻറ്ററിൽ എവിടെയൊക്കെ ഉണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഇത് കൊണ്ടുവയ്ക്കാം. ഇതിന് വലിയ ഫോർമുലയോ ഒന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് കൊണ്ടുവയ്ക്കുക എന്നുള്ളതുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് ആയിക്കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ യെല്ലോയുടെ 4 സെൻറ്റർ പോയിൻറ്റും വൈറ്റ് ആയിക്കഴിഞ്ഞു. ഇനി വൈറ്റിന് നേരെയുള്ള കളേഴ്സ്, ഇപ്പോൾ ഈ വൈറ്റിന് നേരെ ഗ്രീനാണുള്ളത്, ഈ വൈറ്റിന് നേരെ ബ്ലൂ ആണുള്ളത്, അതുപോലെ ഈ വൈറ്റിന് നേരെ റെഡാണുള്ളത്, ഈ വൈറ്റിന് നേരെ ഓറഞ്ചാണുള്ളത്. അപ്പോൾ ഈ ആദ്യം ഇവിടെ ഓറഞ്ചിന് മതി, സെൻറ്റർ പോയിന്റിൽ മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, അത് വിട്ടേക്ക്, നമുക്കിപ്പോൾ പിന്നീട് നോക്കാം. റെഡിന് തൊട്ട് താഴെ, അതായത് സെൻറ്റർ പോയിന്റ് ഇവിടെ എപ്പോഴും റെഡ് ഉണ്ടാവും. ആ റെഡിൽ കൊണ്ടുവയ്ക്കുക. നമ്മളിവിടെ റെഡിൽ കൊണ്ടുവച്ചു. ഈ താഴത്തെ നോക്കണ്ട, നമ്മൾ പിന്നീട് സെറ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ്, അത് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല.
ഇപ്പോൾ ഈ 2 എണ്ണം ആയിക്കഴിഞ്ഞാൽ ഇതിനെ നേരെ ഡൗണിൽ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോവുക. അതായത് വൈറ്റിന് സമാന്തരമായിട്ട്. ഈ യെല്ലോയുടെ ഓപ്പോസിറ്റ് വൈറ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നേരെ തിരിച്ച് വൈറ്റിൽ കൊണ്ടുവച്ചു. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ബ്ലൂവിൻ്റെ താഴെ ഇവിടെ ബ്ലൂ തന്നെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് വയ്ക്കുക, ബ്ലൂവിൽ കൊണ്ട് വയ്ക്കുക. സെയിം മെത്തേഡ് നേരെ റൊട്ടേറ്റ് ചെയ്ത് നേരെ വൈറ്റിൽ കൊണ്ടുവയ്ക്കുക തിരിച്ച്. സോ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു പ്ലസ് നമുക്കിവിടെ കിട്ടണം. ഈ വൈറ്റും റെഡായി ബ്ലൂ ആയി. നമ്മളിനി വേറെ മുകളിൽ പോവുക. 2 എണ്ണമാണ് പെൻഡിങ് ഉള്ളത്. ഗ്രീനിൻ്റെ സെൻറ്റർ പോയിൻ്റ് എവിടെയാണെന്ന് നോക്കുക. അതായത് ഇവിടെയാണ് ഗ്രീനിൻ്റെ സെൻറ്റർ പോയിൻ്റ്. നമ്മൾ നേരെ അതിനെയും റൊട്ടേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് കൊണ്ടുവച്ചു. സോ ഇവിടെ നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണമാണ് പെൻഡിങ് ഉള്ളത്, അത് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ സെൻറ്റർ പോയിൻ്റ് എവിടെയാണെന്ന് നോക്കുക. കറക്കി ഇത് മുകളിലത്തെ ലെയർ മാത്രമേ നമ്മൾ മൂവ് ചെയ്യാവുള്ളൂ, ഒരിക്കലും താഴത്തെ മൂവ് ചെയ്യരുത്. സോ മുകളിലത്തെ ലെയർ നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുവച്ചു, സെൻറ്റർ കിട്ടി. അതിനെ റൊട്ടേറ്റ് ചെയ്ത് താഴെ കൊണ്ടുവരിക. ഇപ്പം ഓപ്പോസിറ്റ് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് വൈറ്റ് തൊട്ട് ആ സെൻറ്റർ പ്ലസ് പോയിൻ്റ് ഫുള്ള് മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, സെൻറ്ററെല്ലാം നമ്മൾ ആദ്യം മാച്ച് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ വീണ്ടും തിരിച്ചു വയ്ക്കുന്നു. നമ്മുടെ എപ്പോഴും ടോപ്പ് യെല്ലോ ആയിരിക്കണം, ഒരിക്കലും മറക്കരുത്. നമ്മുടെ ടോപ്പ് യെല്ലോ തന്നെ ആയിരിക്കണം. ഓക്കെ, നമ്മളപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയത്. ഇനി ഇത് മൂവ് ചെയ്യരുത്. നിങ്ങൾ വെറുതെ ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടും കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മാറിപ്പോകും. ഈ സെൻറ്റർ പോയിന്റ് ഇനി മാറാൻ പാടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഇപ്പം സെൻറ്റർ പോയിന്റും ഈ വൈറ്റും ഇതെല്ലാം മാച്ച് ആയിട്ടുണ്ട്. ഇനി 4 കോർണർ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ലെയറാണ്. ഈ ഒരു ലെയറാണ് നമ്മൾ ആദ്യം ഫുള്ളാക്കാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ കറക്കുമ്പോൾ ഓർമ്മിച്ചുള്ള എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യരുത്. ഇങ്ങനെ കറക്കുവാണെങ്കിൽ തന്നെയും ജസ്റ്റ് റൊട്ടേറ്റ് ആണെങ്കിൽ തിരിച്ച് നമ്മൾ സെൻറ്റർ പോയിന്റ് മാച്ച് ചെയ്തതിനെ കൊണ്ട് വെക്കണം. ഒരിക്കലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോയി, നമ്മുടെ സെൻറ്റർ പോയിന്റ് പോയി, പിന്നെ നമുക്കിത് ക്യൂബ് സോൾവ് ആയി കിട്ടൂല. സോ വീണ്ടും നമ്മൾ ആ പഴയ സ്റ്റെപ്പിൽ തന്നെ കൊണ്ടുവച്ചു. ഓക്കെ, എല്ലാം സെറ്റാക്കി നമ്മൾ കൊണ്ടുവച്ചു. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 4 കോർണറും മാച്ച് ചെയ്യുക എന്നുള്ളത്. അതായത് ഫസ്റ്റ് ലെയർ നമുക്ക് ഫുൾ മാച്ച് ചെയ്യണം. അപ്പം നമുക്ക് ഈ താഴെ വൈറ്റ് എത്തിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡിലുള്ള വൈറ്റ്സ് എവിടെയാണെന്ന് നോക്കണം. നമുക്ക് ഈ സൈഡിൽ നോക്കാൻ പറ്റും, നമുക്ക് എവിടെയൊക്കെ വൈറ്റ് ഉണ്ടെന്ന് കാണാൻ പറ്റും. എവിടെയൊക്കെയാണ് വൈറ്റ് പെൻഡിങ് ഉള്ളത്. ഇവിടെ ഒരു വൈറ്റ് കിടപ്പുണ്ട്, ഈ മുകളിലൊരു വൈറ്റ് കിടപ്പുണ്ട്, ഇവിടെ ഒരു വൈറ്റ് കിടപ്പുണ്ട്. പിന്നെ എവിടെയാണുള്ളത്? ഇതൊന്ന് 2ആയി, 3ആയി. അപ്പോൾ 4 വൈറ്റ്സ്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു വൈറ്റ് കൂടി കിടപ്പുണ്ട്. ഏറ്റവും ടോപ്പിൽ ഒരു വൈറ്റ് കിടപ്പുണ്ട്. ഓക്കെ, അത് വിട്ടേക്ക്. നമുക്ക് 4 വൈറ്റ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു പ്ലേസിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കണം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ വൈറ്റ് ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. വൈറ്റിനോട് ചേർന്നുള്ള കളർ ഏതാണെന്ന് നോക്കുക. വൈറ്റിനോട് ചേർന്ന്, ഇപ്പോൾ ഈ വൈറ്റിനോട് ചേർന്ന് റെഡാണ്. റെഡിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതിപ്പം ഇങ്ങനെയാണ് സപ്പോസ് കിടക്കുന്നതെന്ന് വെച്ചോളൂ. ശരി, ഈ വൈറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്, ചേർന്ന് കിടക്കുന്ന റെഡാണ്. പക്ഷേ റെഡ് സെൻറ്റർ പോയിന്റും ഇതും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഈ വൈറ്റിനോട് ചേർന്ന കളർ, ഈ വൈറ്റിനോട് ചേർന്ന റെഡിൻ്റെ സെൻറ്റർ പോയിന്റ് എവിടെയാണെന്ന് നോക്കുക. സോ റെഡിൻ്റെ സെൻറ്റർ പോയിന്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നേരെ ഇതിനെ തിരിച്ച്, ടോപ്പ് മാത്രമേ നിങ്ങൾ തിരിക്കാവുള്ളൂ, തിരിച്ച് റെഡിൻ്റെ സെൻറ്റർ പോയിന്റ് കൊണ്ടുവയ്ക്കുക. സോ ഇവിടെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, റെഡിൻ്റെ സെൻറ്റർ പോയിന്റ് കൊണ്ടുവച്ചു. നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തിരിച്ച് റെഡ്, ഇപ്പം നമ്മുടെ വൈറ്റ് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റും റെഡും. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് ആ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും മറക്കുക. കാരണം നമ്മൾ അടുത്ത പോയിന്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടി വരും. നമ്മൾ അടുത്ത സെൻറ്റർ മാച്ച് ചെയ്യാനായിട്ട്, സെൻറ്റർ പോയിന്റ് മാച്ച് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ മാച്ച് ചെയ്യാൻ സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും ഫോളോ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഇതോടെ മറന്നു പോകരുത്. കാരണം ഇതൊരു മൈൻഡിൽ വെച്ചേക്കണം. നമ്മൾ തൊട്ട് റൈറ്റ് സൈഡിൽ വൈറ്റ്, അതിൻ്റെ തൊട്ടടുത്തുള്ള കളർ ഏതാണോ റെഡ്, ആ സെൻറ്റർ പോയിന്റിൽ റെഡ് കൊണ്ട് മാച്ച് ചെയ്യുക. ഈ കോർണർ ഇത് രണ്ടും മാച്ച് ചെയ്യുക. ആ മാച്ച് ചെയ്യുന്ന കളർ ഇടാം, അത് നമ്മളെ ഫ്രണ്ട് ഫേസ് ആയിട്ട് പിടിക്കുക. താഴെയുള്ള ഇതിന് നമ്മളെ ഈ റൈറ്റ് സൈഡിലുള്ള ക്യൂബ്, റൈറ്റ് സൈഡിലുള്ള ലെയറിനെ നമ്മൾ ജസ്റ്റ് റൈറ്റിൽ അപ്പ് ചെയ്യുക. മുകളിലോട്ട് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ടോപ്പ് ലെയർ, ഇതാണ് ടോപ്പ് ലെയറിനെ ലെഫ്റ്റിലോട്ട്, അതായത് ഈ ഇരിക്കുന്ന വൈറ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ചു, ഈ സൈഡിൽ കൊണ്ടെത്തിച്ചു. നേരത്തെ ചെയ്ത അതേ സാധനം നമ്മൾ എന്താണോ മുകളിലോട്ട് കൊണ്ടുപോയ റൈറ്റ് സൈഡിനെ മുകളിലോട്ട് നമ്മൾ ഇതിനെ റൈറ്റ് അപ്പ് ചെയ്തു, അതിനെ തിരിച്ച് റിട്ടേൺ ഡൗൺ ചെയ്യുക. നമുക്ക് ആ വൈറ്റ് താഴെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റെഡും വൈറ്റും താഴെ കിട്ടിയിട്ടുണ്ട്. ഡൺ, അത് മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വൈറ്റ് എവിടെയാണുള്ളതെന്ന് നോക്കാം. ഇവിടെ ഒരു വൈറ്റ് ഇരിപ്പുണ്ട്.
ഈ വൈറ്റിൻ്റെ സൈഡിലുള്ള കളറ് തൊട്ട് സൈഡിലുള്ളത് ഗ്രീനാണ്. സോ ഗ്രീനിൻ്റെ സെൻറ്റർ പോയിന്റിലോട്ട് ടോപ്പ് ലെയർ മാത്രം തിരിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. എവിടെയാണ് ഗ്രീൻ? ഇവിടെയാണ് ഗ്രീൻ ഇരിക്കുന്നത്. ഗ്രീനിൽ കൊണ്ടുവച്ചു. ഓക്കെ, നേരത്തെ അതേ മെത്തേഡാണ്. ഈ വൈറ്റിനെയാണ് നമ്മൾ ഇവിടെ താഴെ കൊണ്ടുവരാൻ പോകുന്നത്. അതിന് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. റൈറ്റ് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യുക. എപ്പോഴും ഇത് മാച്ച് ആയിരിക്കണം. വൈറ്റിൻ്റെ തൊട്ടടുത്തുള്ള കളറും സെൻറ്റർ പോയിൻറ്റ് മാച്ച് ആയിരിക്കണം. ഓക്കെ, ഇതിന് ജസ്റ്റ് അപ്പ് ചെയ്യുക. ടോപ്പ് ലെഫ്റ്റിലോട്ടൊന്ന് തിരിക്കുക, അതായത് വൈറ്റ് ഡൗൺ വരുന്ന രീതിയിലാക്കുക. നേരത്തെ അപ്പ് ചെയ്ത അതേ ലെയർ വീണ്ടും താഴോട്ട് ഡൗൺ ചെയ്യുക. വൈറ്റ് താഴെ എത്തിക്കഴിഞ്ഞു. ഏറെക്കുറെ നമുക്കിതാ മാച്ചായി വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്കുള്ള നോക്കേണ്ടത് വൈറ്റ് എവിടെ ഉണ്ടെന്നാണ്. ഇനി 2 സ്ഥലങ്ങളിൽ വൈറ്റ് വരാനുണ്ട്. പക്ഷേ വൈറ്റ് എവിടെയാണ് കിടക്കുന്നത്? ടോപ്പിലാണ് കിടക്കുന്നത്. നമുക്ക് സൈഡിലായിരുന്നു ഇത്ര നേരം എളുപ്പം ഉണ്ടായിരുന്നു, വളരെ ഈസി. അപ്പോൾ നമുക്ക് ഈ ടോപ്പിൽ കിടക്കുന്ന വൈറ്റിനെ സൈഡിൽ കൊണ്ടെത്തിക്കണം. അതിനെന്താ ചെയ്യുക? ഈ മുകളിലത്തെ ഏതെങ്കിലും സൈഡിൽ കൊണ്ടെത്തിക്കണം. ഇപ്പോൾ ടോപ്പിൽ കിടപ്പുണ്ടല്ലോ, നമ്മളിതാ ഈ ലെയർ, ഈ കാണാമല്ലോ, ഈ താഴത്തെ വൈറ്റിൻ്റെ ഈ ലെയറിൻ്റെ 2 സൈഡാണല്ലോ വരേണ്ടത്. ടോപ്പിലാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നേരത്തെ പോലെ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പ് ചെയ്തപ്പോൾ ഇവിടെ വന്നു, വൈറ്റ് ഏകദേശം സൈഡിൽ വന്നിട്ടുണ്ട്. സൈഡിൽ വന്ന വൈറ്റിനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വയ്ക്കുക. മനസ്സിലായില്ലേ? മാറ്റി വച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ഡൗൺ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മൾ ഈ സെൻറ്റർ പോയിന്റ് പോകും. നമ്മൾ അപ്പ് ചെയ്തു, റൈറ്റിനെ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചു, തിരിച്ച് നമ്മൾ ഡൗൺ വന്നു. ഇനി നോക്കാം നമുക്ക് വൈറ്റ് എവിടെയുണ്ട്. ഇവിടെ വൈറ്റ് ഉണ്ട്. വൈറ്റിൻ്റെ തൊട്ടടുത്തുള്ള കളറ് ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ അടുത്ത് കൊണ്ടുപോയി മാച്ച് ചെയ്യുക. ബ്ലൂവിൻ്റെ അടുത്ത് മാച്ച് ചെയ്തു. ഇത്ര നമുക്ക് റൈറ്റ് സൈഡാണ് ഈ മാച്ചിങ് ഇത് വന്നത്. ഇപ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് ബ്ലൂ. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയാണ് വൈറ്റ് കൊണ്ടെത്തിക്കേണ്ടത്. ലെഫ്റ്റ് ഇനി ഈ ലെയറിലാണ് നമ്മൾ ചെയ്തത്. ഇത്ര നേരം നമ്മൾ ഈ ലെയറിലാണ് ചെയ്തത്. കാരണം ഇവിടെയായിരുന്നു വൈറ്റ് വന്നത്, ഇവിടെയായിരുന്നു നമ്മുടെ കളർ മാച്ചിങ് വന്നത്. പക്ഷേ ഇവിടെയാണ് കളർ മാച്ചിങ് വന്നത്. വൈറ്റ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സെയിം സംഭവം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യുക. നമ്മൾ ടോപ്പ് ലെഫ്റ്റിലത്തെ നമ്മൾ ലെഫ്റ്റ് ലെയർ ഒന്ന് അപ്പ് ചെയ്യുക. വൈറ്റിനെ നമ്മൾ കറക്റ്റ് ഇവിടെ താഴത്തെ ഇതിൽ കൊണ്ടുവയ്ക്കണം. കൊണ്ടുവച്ചു, തിരിച്ചൊന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത്രയും പോർഷൻസ് ഇപ്പം മാച്ചായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഞാനിത് പറഞ്ഞു തരുന്നതിന് മാത്രമാണ് ഇത്രയും ടൈം എടുക്കുന്നത്. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു സ്റ്റെപ്പ് തന്നെയാണ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്ക് മാച്ച് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ മാത്രമാണ് വൈറ്റ് ആക്കേണ്ടത്. അതിൻ്റെ വൈറ്റ് ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. നമുക്കിത് മുകളിലാണ് വരേണ്ടത്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിനെ ടോപ്പിലോട്ട് കൊണ്ടുപോവുക. ജസ്റ്റ് ടോപ്പ് ലെയർ ലെഫ്റ്റിലോട്ട് തിരിക്കുക. ടോപ്പ് ലെയർ മാത്രമേ തിരിക്കാവുള്ളൂ. നേരത്തെ ടോപ്പിലോട്ട് കൊണ്ടുപോയാൽ താഴത്തെ ലെയറിന് ലെഫ്റ്റ് ലെയറിന് തിരിച്ച് ഡൗണിലോട്ട് കൊണ്ടുവരിക. ഡൗണിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വൈറ്റ് ഇവിടെ സൈഡിൽ വന്നിട്ടുണ്ട്. താഴെ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാ സെൻറ്റർ പോയിൻ്റ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ് ഈ സെൻറ്റർ പോയിൻ്റ് മാച്ച് ആണോ എന്ന്. എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് തെറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നിന് ചെയ്യേണ്ടി വരും. ഓക്കെ, എനിവേ നമ്മളെ വൈറ്റ് സെയിം സൈഡിൽ ബ്ലൂ വന്നിട്ടുണ്ട്. ബ്ലൂ നമ്മുടെ പഴയ നമ്മൾ ഇത്ര നേരം ചെയ്തോണ്ട്. നേരത്തെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്തു, വീണ്ടും റൈറ്റ് സൈഡിലാണ്. കാരണം റൈറ്റ് സൈഡിലാണ് വൈറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ മാച്ചിങ് പോയിന്റ്, സെൻറ്റർ മാച്ചിങ് ബ്ലൂ വരുന്നത്. ഇവിടെയാണ് നമുക്ക് വൈറ്റ് കൊണ്ടുവരേണ്ടത് ഇവിടെ. സോ നമ്മൾ ജസ്റ്റ് അപ്പ് ചെയ്യുക ഇങ്ങോട്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇക്വേഷനായിട്ടൊന്നും നോക്കണ്ട. ഈ വൈറ്റ് നമുക്ക് എവിടെയാണ് കൊണ്ടുവരേണ്ടത്? ഇതിൻ്റെ അടുത്താണ് കൊണ്ടുവരേണ്ടത്. ജസ്റ്റ് ഇവിടെ കൊണ്ടുവരിക. അപ്പ് ചെയ്ത പോർഷൻ ഡൗൺ കൊണ്ടുപോവുക. നമ്മുടെ ഒരു ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണാമല്ലോ എല്ലാവർക്കും. ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റർ പോയിന്റ് ഇങ്ങനെയൊന്നും കൊണ്ട് വെച്ച് കളയരുത്. സെൻറ്റർ പോയിന്റ് മാച്ച് ചെയ്ത് തന്നെ കൊണ്ട് വയ്ക്കണം. സെൻറ്റർ പോയിന്റ് മാച്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്ത് വരുമ്പോൾ ഫുള്ള് തെറ്റിപ്പോകും. വീണ്ടും നമ്മൾ ഒന്നേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഈ വൈറ്റ് സൈഡിൽ വന്ന സ്റ്റെപ്പ് നമ്മൾ അടുത്ത ഈ സെൻറ്റർ പോയിന്റ് മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റെപ്പ് ആവർത്തിക്കേണ്ടി വരും. സോ അതുകൊണ്ട് നമ്മളിത് ആ സ്റ്റെപ്പ് മറന്നു പോകരുത്. വീണ്ടും നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പാണത്. നമ്മുടെ ഒരു ലെയർ എന്തായാലും നമുക്ക് സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്യാനാണ്. അതിന് നമ്മൾ വീണ്ടും മുകളിൽ ശ്രദ്ധിക്കുക. മുകളിൽ യെല്ലോ വരാത്ത പോർഷൻസ് ഏതാ കൊണ്ട് നോക്കുക. ഇപ്പോൾ നോക്കി ഇതിൽ യെല്ലോ വന്നിട്ടുണ്ട്. ഈ സെൻറ്ററാണ് നമ്മൾ നോക്കുന്നത്. സെൻറ്ററിലുള്ള ഈ പ്ലസിനകത്തുള്ള സാധനങ്ങൾ മാത്രമാണ്, കോർണർ അല്ല. അത് നമ്മൾ ലാസ്റ്റേ നോക്കുള്ളൂ. യെല്ലോ വരാത്തത് ഇവിടെ ഇനി എല്ലാത്തിലും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി. എല്ലാം ഇല്ലാത്ത പോർഷൻ നമുക്ക് അപ്പോൾ ഉണ്ടാകും. അതിനുശേഷം നമുക്ക് മാച്ച് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി മിക്കവാറും ഇങ്ങനെ ആയിരിക്കും വരുന്നത് എല്ലാവർക്കും. 1-2 യെല്ലോ ഇല്ലാത്ത 2-3 കളേഴ്സ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ യെല്ലോ വരാത്തൊരു പോർഷൻ ഏതാണെന്ന് എടുക്കാം. ഇതിൽ ഈ ഗ്രീന് റെഡ് വന്നിട്ടുണ്ട്. ഇതിൽ യെല്ലോ വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗ്രീൻ നമ്മളിവിടെ കൊണ്ടു ഈ ഇപ്പോൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുക ഏതിലൊക്കെ യെല്ലോ വന്നിട്ടില്ല. ഇതിൽ യെല്ലോ വന്നിട്ടില്ല, ഇതിലെല്ലോ വന്നിട്ടുണ്ട്, ഇതിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതിലെല്ലോ വന്നിട്ടില്ല, ഇതിലെല്ലോ വന്നിട്ടുണ്ട്, ഇതിനെ ഒന്നും ചെയ്യുന്നില്ല. ഈ 2 കട്ടയിലാണ് നമുക്ക് യെല്ലോ വരാതെ ഉള്ളതിനെ നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കൊണ്ടുപോവുക. റെഡും ഗ്രീനും ആണല്ലോ. ഇപ്പോൾ റെഡാണ്, സെൻറ്റർ പോയിന്റ് എവിടെയാണ് നോക്കുക, സെൻറ്റർ പോയിന്റിൽ വെച്ചു. ഓക്കെ, ഇപ്പം റെഡ് സെൻട്രൽ പോയിന്റ് വെച്ചു. ഇനി ഈ ഗ്രീന് ഇത് ചിലപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും, ഇങ്ങനെ വരുള്ളൂ. നമ്മൾ സെൻട്രൽ പോയിന്റ് മാച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലുള്ള കളർ ഒന്നുകിൽ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ ആയിരിക്കും. നമ്മൾ എങ്ങോട്ടാണ് എന്ന് നോക്കുക. റൈറ്റ് സൈഡിലാണ് ഈ ഗ്രീൻ ഇരിക്കുന്നത്. ഈ റെഡിൻ്റെ ടോപ്പിലുള്ള ഗ്രീനിൻ്റെ സെൻട്രൽ പോയിന്റ് നമ്മുടെ റൈറ്റ് സൈഡാണ്, ഈ പോർഷനിലാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ഈ രണ്ടാമത്തെ ലെയർ മാച്ച് ചെയ്യാനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിൽ ഗ്രീനാണ്, റെഡ് നമ്മളിവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ ഗ്രീന് വരുന്നത് റൈറ്റിലോ ലെഫ്റ്റിലോ ആണോ നോക്കുക. റൈറ്റിലാണ് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഇത് കണ്ടല്ലോ, റൈറ്റിലാണ് വരുന്നത്. അപ്പം ഈ ടോപ്പ് ലെയർ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്, ഇവിടെയാണ് ഗ്രീനെങ്കിൽ, അതായത് ടോപ്പ് ലെയറിൻ്റെ സെൻറ്റർ പോയിന്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരിക്കലും തിരിക്കരുത്. അത് നേരെ ഈ സെൻറ്റർ പോയിന്റ് ഗ്രീൻ ഈ സൈഡിലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരിക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് തിരിക്കുക. ജസ്റ്റ് ഓക്കെ, തിരിച്ചല്ലോ. ടോപ്പ് ലെയർ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് തിരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് തിരിച്ചതിന് ശേഷം നമ്മുടെ റൈറ്റ്, അതായത് ഈ സെൻറ്റർ പോയിന്റ് ഗ്രീൻ വന്നില്ല, ഈ റൈറ്റ് സൈഡ് ഒന്ന് ജസ്റ്റ് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്തതിന് ശേഷം ഒരു വട്ടം കൂടി ഇത് റൈറ്റ് സൈഡിലോട്ട് തിരിക്കുക, ഇതിനെ ഡൗൺ ചെയ്യുക. ഓക്കെ, ഒരു വട്ടം കൂടി നമ്മൾ റൈറ്റ് സൈഡിലോട്ട് തിരിച്ചു. നമ്മുടെ ഈ റൈറ്റ് സൈഡ്, ഈ റൈറ്റ് ലെയറിനെ നമ്മൾ ഡൗൺ ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു വൈറ്റ് ചാടിപ്പോയി. അപ്പോൾ നമ്മളെ കഴിഞ്ഞ സ്റ്റെപ്പ് ഓർക്കുക, നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് അതായത് ഈ ഒരു നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഒരു വൈറ്റ് ചാടിപ്പോവും ഒരു കോർണറിലുള്ള. അപ്പോൾ ഞാൻ കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞു, ആ സ്റ്റെപ്പ് മറക്കാതിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഇതിൽ നമുക്കത് ചെയ്യേണ്ടി വരും. നമ്മുടെ ചാടിപ്പോയ വൈറ്റ് നമുക്കിവിടെ കൊണ്ടുവരണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൈറ്റിൻ്റെ അടുത്തുള്ള ഗ്രീനാണ്. ഗ്രീനിനെ സെൻറ്റർ പോയിന്റ് നമ്മൾ പിടിച്ചു. സെൻറ്റർ പോയിന്റ് ഗ്രീന് പിടിച്ചതിന് ശേഷം അത് ഫേസ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെയാണ്, ഗ്രീൻ സെൻറ്റർ പോയിന്റ് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇത് ലെഫ്റ്റിലോട്ട് അപ്പ് ചെയ്യുക. വൈറ്റിനെ താഴത്തെ ലെയറിലോട്ട് വരാനായിട്ടാണ് ഇവിടെ കൊണ്ട് വയ്ക്കുക. തിരിച്ച് താഴോട്ടാക്കുമ്പോൾ താഴത്തെ ലെയർ പോയി. ഓക്കെ, നമ്മുടെ താഴത്തെ ലെയർ സെയിം, വേറെ മാറ്റമൊന്നുമില്ല. ഇനി മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ വരാത്ത അടുത്ത പോർഷൻ ഏതാണെന്ന് നോക്കാം. ഇതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. യെല്ലോ വരാത്ത അടുത്ത പോർഷൻ ഇവിടുത്തെ ഗ്രീൻ ഉണ്ട്, ഇവിടുത്തെ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഓക്കെ, ഇതിൽ യെല്ലോ വന്നിട്ടില്ല. ബാക്കി എല്ലാത്തിലും യെല്ലോ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതാണ് ഇനി അടുത്ത് എടുക്കേണ്ടത്. എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലൂ ഏതാണോ സെൻറ്റർ പോയിന്റ് കൊണ്ടുപോയി മാച്ച് ചെയ്യുക. ഓക്കെ, സെൻറ്റർ പോയിന്റ് മാച്ച് ചെയ്തതിന് ശേഷം റെഡ് ഇരിക്കുന്നത് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ നോക്കുക. അതായത് ടോപ്പിലുള്ളത് വീണ്ടും റൈറ്റിലാണ്. ലെഫ്റ്റിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുന്നത്. പക്ഷേ ഇവിടെ റൈറ്റിലായതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ട്, ഈ ടോപ്പ് ലെയറിനെ ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു. ഓക്കെ, സിമ്പിളാണ്. എന്നിട്ട് നമ്മുടെ റൈറ്റ് ലെയർ, ഈ റെഡിൻ്റെ സെൻറ്റർ പോയിന്റ് വന്ന റൈറ്റ് ലെയർ ജസ്റ്റ് ടോപ്പിലോട്ട് തിരിക്കുന്നു. വീണ്ടും ഒരു വട്ടം കൂടി ഇതിനെ ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു. ഇതിനെ ഡൗൺ ചെയ്യുന്നു. റൈറ്റ് നമ്മൾ അപ്പ് ചെയ്ത് റൈറ്റിനെ ഡൗൺ ചെയ്യുമ്പം നേരത്തെ പോലെ സ്വാഭാവികമായിട്ട് ഒരു വൈറ്റ് ഇവിടെ നിന്ന് ചാടിപ്പോവും. ആ വൈറ്റ് എവിടെയുണ്ട്, ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതിനെ മാച്ച് ചെയ്യിപ്പിക്കണം. അതിനെ മാച്ച് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളിതാ ഈ റെഡിൽ കൊണ്ടുവച്ചു. വൈറ്റിന് തൊട്ടടുത്ത റെഡ് സെൻറ്റർ പോയിൻ്റാണ്. റെഡിൽ കൊണ്ടുവച്ചു. നമ്മുടെ ലെഫ്റ്റ് റെയിൽ ടോപ്പിലോട്ട് മൂവ് ചെയ്തു, അപ്പ് ചെയ്തു. ലെഫ്റ്റ് ലെയർ അപ്പ് ചെയ്തു, ടോപ്പ് ലെയർ ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു, മാച്ച് ചെയ്യുന്നു, താഴെ കൊണ്ടുവരുന്നു. ഓക്കെ, നമ്മുടെ ഈ സെൻറ്റർ മാച്ചായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി മുകളിൽ നോക്കുക, ഏതെങ്കിലും യെല്ലോ ഇല്ലാത്ത പോർഷൻ ഉണ്ടോ എന്ന് നോക്കുക. സോ യെല്ലോ ഇല്ലാത്ത പോർഷൻ ഒന്നും തന്നെ ഇല്ല, എല്ലാത്തിലും യെല്ലോ വന്നിട്ടുണ്ട്. യെല്ലോ ഇല്ലാത്ത പോർഷൻ നമ്മൾ സെയിം ഫോർമുല എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പം നമുക്ക് ഇവിടെ ഈ ഒരു ഇത് വെച്ച് നമുക്ക് മാച്ച് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് മാച്ച് ചെയ്യാൻ എല്ലാം യെല്ലോ ആണ്, നമുക്കൊന്നും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കൊണ്ടുവന്ന് ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് എടുക്കാം. ജസ്റ്റ് നമ്മൾ തിരിച്ചു റൈറ്റ് അപ്പ് ചെയ്യുന്നു, ഇത് ടോപ്പ് ഒന്നുകൂടെ റൈറ്റ് ചെയ്യുന്നു, ഇത് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വൈറ്റ് ഇവിടുന്ന് ചാടിപ്പോയി. ആ ചാടിപ്പോയ വൈറ്റിനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ബ്ലൂവിനെ കൊണ്ടുവന്ന് ജസ്റ്റ് വീണ്ടും പഴയ പോലെ ആക്കുന്നു. ഇനി നമുക്ക് നോക്കാം എവിടെയെങ്കിലും യെല്ലോ ഇല്ലാത്ത പോർഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ എവിടെയെങ്കിലും വെച്ച് ആ ഒരു ഫോർമുല ഒന്ന് ചെയ്താൽ മതി. ഫ്രണ്ടിൽ വെച്ചിട്ട് ആ ഫോർമുല നമ്മൾ ചെയ്ത ഫോർമുല ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, യെല്ലോ ഇല്ലാത്ത പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഗ്രീന് ഓറഞ്ച്. അപ്പോൾ നേരെ കൊണ്ടുപോവുക, ഓറഞ്ചിനെ മാച്ച് ചെയ്യിപ്പിക്കുക.
ടോപ്പിലുള്ള ഗ്രീൻ ഒന്നുകിൽ റൈറ്റിലായിരിക്കും അല്ലെങ്കിൽ ലെഫ്റ്റിലായിരിക്കും. ഇത് ഇവിടെ ലെഫ്റ്റിലാണ്, നമ്മൾക്ക് ഇത്ര നേരം വന്നത് റൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലെഫ്റ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്നു റൈറ്റിലോട്ട്. ഈ ഓറഞ്ചിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഗ്രീൻ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ്. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെയർ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുന്നു. ടോപ്പ് ലെയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുന്നു. ലെഫ്റ്റ് അപ്പ് ചെയ്യുന്നു, ഒരിക്കൽ കൂടി റൈറ്റിലോട്ട് തിരിക്കുന്നു, ലെഫ്റ്റ് ഡൗൺ ചെയ്യുന്നു. ഓക്കെ, സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഇനി നമ്മുടെ വൈറ്റ് ഇവിടെ നിന്ന് ചാടിപ്പോയി, വൈറ്റ് മാച്ച് ചെയ്യിപ്പിക്കണം. വൈറ്റ് മാച്ച് ചെയ്യാനാണെങ്കിൽ വൈറ്റിൻ്റെ തൊട്ടടുത്തുള്ള കളറ് ഗ്രീനാണ്. ഗ്രീനിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഗ്രീനിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ കൊണ്ടുവയ്ക്കുന്നു. നമ്മുടെ ഇവിടെയാണ് വൈറ്റ് കൊണ്ടെത്തിക്കേണ്ടത്. സോ ഇതിനൊന്ന് ജസ്റ്റ് ടോപ്പ് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിത് ടോപ്പ് ചെയ്തിട്ട് ഇതിന് ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വൈറ്റ് സോഫായിട്ട് ഈ സൈഡിൽ വരുമെന്ന് അറിയാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മളിതിന് റൈറ്റ് ടോപ്പ് ചെയ്യുന്നു, വൈറ്റിന് ലെഫ്റ്റിലോട്ട് കൊണ്ടുവയ്ക്കുന്നു, ജസ്റ്റ് ഡൗൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറെക്കുറെ നമ്മുടെ സെൻറ്റർ പോയിൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഉണ്ട്, നമുക്ക് ഇവിടെ കിട്ടാനുണ്ട്. ഈ ഒരു പോർഷൻ മാത്രമേ കിട്ടാനുള്ളൂ. പിന്നെ നോക്കുക, യെല്ലോ വരാത്ത പോർഷൻ ഇതാ ഇവിടെ നമുക്ക് ഓറഞ്ച് ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ഓറഞ്ചാണ് നമുക്ക് സെൻറ്റർ പോയിൻ്റായിട്ട് വയ്ക്കേണ്ടത്. ഓറഞ്ചിൽ കൊണ്ടുവച്ചു. ടോപ്പിലുള്ളത് ബ്ലൂ ആണ്. ബ്ലൂ റൈറ്റിലായിരിക്കും ഇല്ലെങ്കിൽ ലെഫ്റ്റിലായിരിക്കും. ഇവിടെ നമുക്ക് കാണാം റൈറ്റിലാണ്. എന്താ ചെയ്യേണ്ട? റൈറ്റിലാണെങ്കിൽ ടോപ്പ് ലെയറിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുക. ഓക്കെ, റൈറ്റ് സൈഡ് അപ്പ് ചെയ്യുക. എഗെയിൻ ഒരു വട്ടം കൂടി ലെഫ്റ്റിലോട്ട് തിരിക്കുക. ടോപ്പ് ലെയറിനെ റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുക. ചാടിപ്പോയ വെള്ളയെ മാച്ച് ചെയ്യിപ്പിക്കണം. വെള്ള ഇവിടെയുണ്ട്, വൈറ്റ് ഇവിടെയുണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിൻ്റായിട്ട് വരേണ്ടത് തൊട്ടടുത്ത് കിടക്കുന്ന കളറ് ബ്ലൂ ആണ്. ബ്ലൂവിനെ സെൻറ്റർ പോയിൻറ്റിൽ കൊണ്ടുവയ്ക്കുക. വെച്ച് കഴിഞ്ഞു സെൻറ്റർ പോയിൻറ്റിൽ. അതിനെ എവിടെയാണോ സെൻറ്റർ പോയിൻ്റ് വയ്ക്കുന്നത് അതിനെ തന്നെ ഫേസ് ചെയ്യുക. ഇവിടെ കൊണ്ടെത്തിക്കണം. വൈറ്റിനെ നമുക്ക് ഇവിടെയാണ് എത്തിക്കേണ്ടത്. ഈ ഇതിനെ ലെഫ്റ്റ് നമ്മൾ ജസ്റ്റ് അപ്പ് ചെയ്യുക. ടോപ്പ് ലെയർ ലെഫ്റ്റിലോട്ട് തിരിക്കുക, ഡൗൺ ചെയ്യുക. നമുക്ക് നമ്മുടെ രണ്ട് ലെയറും മാച്ചായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ധൈര്യമായിട്ട് കറക്കാം, ഒരു പ്രശ്നമില്ല. നമുക്കിത് ഇതൊന്നും എടുത്തുകൊണ്ട് മാച്ച് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ലെയർ ഇനി ചേഞ്ച് ആവാതെ നോക്കിയാൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുകളിലത്തെ നമ്മളെ യെല്ലോ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ആക്ച്വലി ഇവിടെ ഇങ്ങനൊരു പ്ലസ് വരണം. നമുക്കിത് മിക്കവാറും ഉള്ളവർക്ക് ഈ പ്ലസ് വരത്തില്ല. ചിലപ്പോൾ ഒരു ലൈനായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഇങ്ങനെ ഒരു ജെ. ഈ രണ്ട് സൈഡ് കളർ വേറെ ആയിരിക്കും, ഈ രണ്ട് വേറെ ആയിരിക്കും വരുന്നത്. ജസ്റ്റ് ജെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ എങ്ങനെ വന്നാലും ഇപ്പോൾ ജെ ആണ് വരുന്നത്. ഇങ്ങനെ മിക്കുള്ള ആൾക്കാർക്ക് ഒരു ജെ ടൈപ്പ്, ജെ അല്ലെങ്കിൽ നമ്മുടെ 9 o'clock ക്ലോക്കിലെ 9 എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ജെ എന്ന് എടുക്കാം നമുക്ക്. ഇങ്ങനെ ആയിരിക്കും വന്നത്. ഇവിടെ രണ്ടും എല്ലാം ആയിരിക്കില്ല. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ മിക്കവാറും കിട്ടുന്നൊരു ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമുക്കൊരു ജെ ആണ് ഇപ്പം നമ്മളിവിടെ ജെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഇവിടെ ഒരു പ്ലസ് ഉണ്ടാക്കുക എന്നുള്ളൊരു യെല്ലോയുടെ ഒരു പ്ലസ് ഇവിടെ വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മുടെ യെല്ലോ നമ്മുടെ ടോപ്പ് ലെയർ, വൈറ്റ് നമ്മുടെ ബോട്ടം ലെയർ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലെയർ. ഇപ്പോൾ നമ്മളിത് ഫ്രണ്ട് ലെയറായിട്ട് പിടിക്കുകയാണ്. ഇത് നമ്മളൊരു ജെ ഷേപ്പിന് അല്ലെങ്കിൽ ഒരു 9 o'clock എന്നുള്ള ഷേപ്പിൽ പിടിച്ചു. നമ്മുടെ ഫ്രണ്ട് ലെയറിനെ നമ്മൾ ജസ്റ്റ് റൈറ്റിലോട്ട് തിരിക്കുക. ഓക്കെ, എന്നിട്ട് റൈറ്റ് ലെയർ ടോപ്പിലോട്ട് തിരിക്കുക. അതിനുശേഷം ടോപ്പ് ലെയർ ലെഫ്റ്റിലോട്ട് തിരിക്കുക. നമ്മൾ ഇതെല്ലാം റിട്ടേൺ വരിക. റൈറ്റ് ഡൗൺ ആക്കുക, ടോപ്പ് ലെഫ്റ്റ് ആക്കുക, ഫ്രണ്ട് ലെയർ തിരിച്ച് റിട്ടേൺ കൊണ്ടുപോവുക. ഇപ്പം നമുക്ക് ജെ മാറിയിട്ട് ഇവിടെ ഒരു സിംഗിൾ ലൈൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ അതിനെ പിടിക്കണം. ഇപ്പം നമ്മൾ ഈ റെഡ് ഫേസ് ഇത് പിടിച്ചില്ല, നമ്മൾ ജെ എവിടെ കിട്ടിയോ ആ ഫേസ് അത് അങ്ങനെ തന്നെ പിടിച്ചേക്കണം. ഈ ഒരു സ്റ്റെപ്പ് കഴിയുന്നത് നമ്മൾ അങ്ങനെ തന്നെ പിടിച്ചേക്കണം. ഇങ്ങനെ തിരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് വീണ്ടും ആവർത്തിക്കുക. ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഫ്രണ്ട് ലെയർ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലെയർ. നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ലെയർ ഇതാണ്. ഇത് നമ്മൾ ടോപ്പാണ്. അപ്പോൾ ജസ്റ്റ് റൈറ്റിലോട്ട് തിരിച്ചു, റൈറ്റ് സൈഡിൽ അപ്പിലോട്ട് തിരിച്ചു, ടോപ്പ് ലെയർ ലെഫ്റ്റിലോട്ട് തിരിച്ചു. ഇനി റൈറ്റ് ഡൗൺ ചെയ്തു, ടോപ്പ് തിരിച്ച് ലെഫ്റ്റിലോട്ട് റിട്ടേൺ ചെയ്തു, ഫ്രണ്ട് ലെയർ തിരിച്ച് താഴെ കൊണ്ടുപോയി. നമുക്കിവിടെ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്ലസ്സാണ് നമുക്ക് വേണ്ടത്. ഈ പ്ലസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത ഫോർമുലയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പോലെയാണ്. ഇക്വേഷൻസ് അല്ല, നമുക്കത് ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റിൽ പഠിക്കാൻ പറ്റും. പിന്നീട് നമുക്കത് കാണാപ്പാടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കുക. നമ്മുടെ ഈ ബ്ലൂ, ഇവിടെ ഗ്രീന്, ഇവിടെ റെഡ്, ഇവിടെ ഓറഞ്ച്. ഇത് നമ്മൾ ഏതെങ്കിലും രണ്ട് സൈഡ് ഇങ്ങനെ മാച്ച് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മളിവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഓറഞ്ച് മാച്ചായി, ബാക്കിയൊന്നും മാച്ചായിട്ടില്ല. ഓക്കെ, ഏതെങ്കിലും രണ്ട് സൈഡ് നമുക്ക് മാച്ചായി കിട്ടും.
മാച്ചായി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ തൊട്ടടുത്ത ഫോർമുല ചെയ്താൽ മതി. എങ്കിലും നമുക്കിപ്പം നോക്കാം വേറെ ഏതെങ്കിലും മാച്ചാവും. നമ്മളിവിടെ ബ്ലൂ കൊണ്ടുവച്ചു, നമുക്ക് ബാക്കിയൊന്നും മാച്ചായില്ല. നമുക്ക് ഗ്രീൻ വെച്ച് നോക്കാം. ഗ്രീൻ വെച്ചപ്പോൾ ഈ സൈഡ് ഒന്നും മാച്ചായിട്ടില്ല. ദാ ഇവിടെ മാച്ചായിട്ടുണ്ട്. റെഡും ഗ്രീനും തൊട്ടടുത്തടുത്താണ്. ഈ സെൻറ്റർ മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാച്ച് ആയതിൽ ഒരെണ്ണം ബാക്കിൽ പോവുക, ഒരെണ്ണം റൈറ്റിലും വരിക. ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. ഇനിയാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ പിടിച്ചത്. അതായത് നമ്മുടെ ഇവിടെ സെൻറ്റർ മാച്ചാണ്, ഇവിടെയും സെൻറ്റർ മാച്ചാണ്. ഇവിടെ രണ്ടിടത്തും മാച്ചല്ല, അവിടെ രണ്ടെണ്ണം കൂടെ നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കണം. അതിനുള്ളൊരു ഫോർമുലയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ജസ്റ്റ് റൈറ്റ്, ഇതൊരു ഫോർമുലയാണ്. നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട ഒരു ഫോർമുലയാണ് ഇത്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതിയിടുക. കറക്റ്റായിട്ട് ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നമ്മളിനി ചെയ്യുന്നത്, നമ്മളിതാ മാച്ചായ 2 പോർഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് മാച്ച് ആയാലും ഒരു സ്ഥലം മാത്രമേ മാച്ച് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം ഓപ്പോസിറ്റ് ആക്കിയായിരിക്കും മാച്ച് ആവുന്നത്. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഇതുപോലെ റൈറ്റ് സൈഡിൽ കൊണ്ട് വയ്ക്കുക. വീണ്ടും നമ്മൾ ഈ ഫോർമുല 1-2 തവണ ആവർത്തിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന റിസൾട്ട് കിട്ടാനായിട്ട്. ഒരെണ്ണം റൈറ്റ് സൈഡിൽ കൊണ്ട് വയ്ക്കുക, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇവിടെ ഒന്നും ഈ 3 മാച്ച് ആയിരിക്കത്തില്ല, ഇവിടെ ആയിരിക്കും, ലെഫ്റ്റ് ആയിരിക്കും. ഒന്ന് റൈറ്റ് സൈഡിൽ ഇവിടെ വയ്ക്കുക. വെച്ചിട്ട് റൈറ്റ്, ഇതാണ് നമ്മൾ റൈറ്റ് ഒരു പ്രാവശ്യം അപ്പ് ചെയ്യുക, ടോപ്പ് ലെഫ്റ്റ് ചെയ്യുക, റൈറ്റ് ഡൗൺ ചെയ്യുക, വീണ്ടും ടോപ്പ് ലെഫ്റ്റ് ചെയ്യുക, റൈറ്റ് വീണ്ടും അപ്പ് ചെയ്യുക, ടോപ്പ് 2 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഈ വൈറ്റ് ഇവിടെ വരുന്നവർ, അതാണ് 2 തവണ. വീണ്ടും ഡൗൺ ചെയ്യുക, ജസ്റ്റ് ഒരു തവണ ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ മതി. നമ്മുടെ എല്ലാ സൈഡും മാച്ച് ആയിട്ടുണ്ടാവും. ഇവിടെ ബ്ലൂ മാച്ച് ആയിട്ടുണ്ട്, ഓറഞ്ച് മാച്ച് ആയിട്ടുണ്ട്, ഗ്രീൻ മാച്ച് ആയിട്ടുണ്ട്, റെഡ് മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ എല്ലാം മാച്ച്. ഞാൻ പറഞ്ഞ ഫോർമുല ഒന്നുമില്ല, ജസ്റ്റ് റൈറ്റ് അപ്പ് ചെയ്യുക. നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം, തെറ്റാണെങ്കിൽ തെറ്റട്ടെ, നമുക്ക് വീണ്ടും ശരിയാക്കാം. ഓക്കെ, റൈറ്റ് അപ്പ് ചെയ്യുക, ടോപ്പ് ഒരു പ്രാവശ്യം ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് ഡൗൺ ചെയ്യുക, ടോപ്പ് ഒരു പ്രാവശ്യം കൂടി ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് വീണ്ടും അപ്പ് ചെയ്യുക, 2 തവണ റൈറ്റിന്, അതായത് വൈറ്റ് ഇവിടെ കൊണ്ട് വരണം, ഡൗൺ ചെയ്യുക. ഇപ്പം നമ്മുടെ സെൻറ്റർ പോയിൻറ്റ് നമ്മൾ നേരത്തെ ആക്കിയതെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ചെയ്യാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 സൈഡ് ചെയ്യാം. 2 സൈഡ് ഇതാ ഓറഞ്ച് വന്നിട്ടുണ്ട്, ഗ്രീൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓറഞ്ചിനെ നമ്മൾ പുറകെ കൊണ്ടുവന്നു, ഗ്രീൻ നമ്മൾ റൈറ്റ് സൈഡിൽ വയ്ക്കുന്നു. ഈ സൈഡൊന്നും മാച്ച് ആയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രമേ മാച്ചായി കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 2 ഓപ്പോസിറ്റ് സൈഡാണ് മാച്ച് കിട്ടുന്നത്. ഈ പറഞ്ഞ ഫോർമുല മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്കത് എല്ലാ സൈഡും എല്ലാ സെൻറ്റർ പോയിൻറ്റും മാച്ചായി കിട്ടും. നമ്മളിത് ചെയ്യാൻ പോകുന്നത് റൈറ്റ് അപ്പ് ചെയ്തു, ടോപ്പ് ഒരു തവണ ലെഫ്റ്റ് ചെയ്തു, റൈറ്റ് ഡൗൺ ചെയ്തു, വീണ്ടും ടോപ്പ് ഒരു തവണ ലെഫ്റ്റ് ചെയ്തു, വീണ്ടും റൈറ്റ് അപ്പ് ചെയ്തു, ടോപ്പ് 2 തവണ റൊട്ടേറ്റ് ചെയ്തു, ഡൗണിൽ കൊണ്ടുവരുന്നു, റൈറ്റ് സൈഡ് ഡൗൺ ചെയ്തു, ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നു, ടോപ്പ്. നമ്മുടെ സെൻറ്റർ പോയിൻ്റ് എല്ലാം പക്ക മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈനൽ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് ഇപ്പം നമുക്ക് ഈ 2 ലെയർ സെറ്റ് ആയിട്ടുണ്ട്, സെൻറ്ററും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവേണ്ടത് ഈ കോർണറാണ്. കോർണർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ യെല്ലോ, ബ്ലൂ, റെഡ്. ഓക്കെ, അതായത് യെല്ലോ, ഇതിൻ്റെ ഈ കോർണറിലുള്ള യെല്ലോ ഇവിടെ ടോപ്പിൽ വന്നിട്ടുണ്ട്, ബ്ലൂ ഈ കോർണറിൽ വന്നിട്ടുണ്ട്, റെഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ കട്ട കറക്റ്റാണ്. ഈ ഒരു ക്യൂബ് കറക്റ്റായിട്ടാണ് ഈ ഒരു പീസ് ഇരിക്കുന്നത്. ഈ പീസ് ഇരിക്കുന്നത് നമ്മുടെ കറക്റ്റ് പൊസിഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഈ കട്ട നോക്ക്, റെഡ് ഈ യെല്ലോ ടോപ്പിലുണ്ട്, ഇതിൽ വന്നിട്ടുള്ള യെല്ലോ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ്, പക്ഷേ റെഡ് വേറെ എവിടെയാണ്, ഇവിടെയാണ്, ഗ്രീൻ ഇവിടെയാണ്. കാരണം ഇവിടെ വരണം, ഇതിനെ ചുറ്റിയിട്ടുള്ള ഈ സറൗണ്ട് പോർഷനിൽ തന്നെ വരണം. അപ്പോൾ ഈ ക്യൂബ് തെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം, ഓറഞ്ച് തൊട്ടടുത്ത് വന്നിട്ടുണ്ട്, ഓക്കെ ഫൈൻ, പക്ഷേ യെല്ലോയും വന്നിട്ടുണ്ട്, പക്ഷേ ബ്ലൂ വന്നിട്ടില്ല. ബ്ലൂ അവിടെയാണ് ഇരിക്കുന്നത്, ബ്ലൂ ഇവിടെ വരണതായിരുന്നു. അപ്പോൾ ഇതും റോങ് ആയിട്ടുള്ളൊരു ക്യൂബാണ്. ഇനി ഇത് നോക്കാം, ഗ്രീൻ ഓക്കെ മാച്ചാണ്, യെല്ലോ ഓക്കെ ടോപ്പിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഓറഞ്ച് ഇവിടെ അല്ല. ആകെ ഇതിൽ മാച്ചായിട്ടുള്ള ഒരു ഒറ്റ കട്ടയെന്ന് പറയുന്നത് ഇതാണ്. ഈ കട്ടയാണ് ആകെ മാച്ചായിട്ടുള്ളൊരു കട്ട. അതായത് യെല്ലോ ഉണ്ട്, ബ്ലൂ ഇവിടെ ഉണ്ട്, റെഡ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സറൗണ്ടിങ് ആയിട്ട് ഈ 3 സെൻറ്റർ പോയിന്റും ഈ കട്ടയിൽ ഉണ്ടായിരിക്കണം, എങ്കിലാണ് ഇത് കറക്റ്റ് പൊസിഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കട്ടയും ഇതുപോലെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. കറക്റ്റ് പൊസിഷനിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഏതാണോ ശരിയായിട്ടുള്ള ഒരു ക്യൂബ്, ഇതാണ് ശരിയായിട്ടുള്ള ക്യൂബ്. ആ ശരിയായിട്ടുള്ള ക്യൂബിനെ
നമ്മുടെ ഫ്രണ്ട് ഫേസ് ചെയ്ത്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൻ്റെ ഇവിടെ ആയിട്ട് പിടിക്കുക. നമ്മളെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ശരിയായിട്ടുള്ള ക്യൂബ്. ഇൻ കേസ് ഇതാണ് ശരിയെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചേനെ. സോ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ശരിയായിട്ടുള്ള ക്യൂബ്. യെല്ലോ ടോപ്പിലുണ്ട്, ബ്ലൂ ദാ ഇവിടെയുണ്ട്, റെഡ് ദാ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ക്യൂബാണ്. ഇതിനെ നമ്മളിങ്ങനെ നമ്മളെ ഫേസ് ചെയ്ത് പിടിക്കുക. ഇനി ഇത് മാറ്റാതിരിക്കുക, ഈ ഒരു പൊസിഷൻ മാറ്റാതിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ടോപ്പ് ലെയറിന് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ടോപ്പ് ലെയറിന് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു. റൈറ്റ് ഒരു തവണ അപ്പ് ചെയ്യുന്നു. ലെഫ്റ്റിലോട്ട് തിരിച്ച ടോപ്പിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിന് ഒരു പ്രാവശ്യം നമ്മുടെ ലെഫ്റ്റ് ക്യൂബ് ഒരു പ്രാവശ്യം ടോപ്പിലോട്ട് അപ്പ് ചെയ്യുന്നു. ഈ നേരത്തെ തിരിച്ചതിനെ വീണ്ടും ലെഫ്റ്റിലോട്ട്, ടോപ്പ് ലെയർ വീണ്ടും ലെഫ്റ്റിലോട്ട് ഇരിക്കുന്നു. റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുന്നു. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡും ഡൗൺ ചെയ്യുന്നു. സി, നമ്മൾ ചെയ്ത ഫോർമുല ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. ആ ഫോർമുല ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മാച്ച് ആയിട്ടില്ലെങ്കിലും അതാത് ക്യൂബ് കളർ മാച്ചിങ് ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിപ്പോൾ ഈ ക്യൂബ് നമുക്ക് നോക്കാം. നേരത്തെ ഇത് തെറ്റായിട്ടിരുന്നൊരു ക്യൂബാണ്. റെഡ് വന്നിട്ടുണ്ട്, യെല്ലോ ടോപ്പ് സെൻറ്ററിലുണ്ട്, ഗ്രീൻ റൈറ്റ് സെൻറ്ററിലുണ്ട്. ഇതാ കറക്റ്റ് മാച്ചിങ് ക്യൂബാണ് വന്നിട്ടുള്ളത്. ചെയ്ത ഫോർമുല ഒന്നുകൂടെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കിയാൽ മതി. ഏതായാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. ശരിയായിട്ടുള്ള ക്യൂബിനെ എങ്ങനെ പിടിച്ചു? ടോപ്പ് ലെഫ്റ്റ് ചെയ്തു, റൈറ്റ് അപ്പ് ചെയ്തു, വീണ്ടും ടോപ്പ് റിട്ടേൺ വന്നു, ലെഫ്റ്റ് സൈഡ് അപ്പ് ചെയ്തു. ഓക്കെ, ആൻഡ് ടോപ്പ് എഗെയിൻ ലെഫ്റ്റിലോട്ട് തിരിച്ചു, റൈറ്റ് സൈഡ് ഡൗൺ ചെയ്തു, ടോപ്പ് റൈറ്റിലോട്ട് തിരിച്ചു, ലെഫ്റ്റ് സൈഡും ഡൗൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്യൂബ് വീണ്ടും തെറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തന്നതുകൊണ്ടാണ് നമ്മുടെ ക്യൂബ് വീണ്ടും തെറ്റിയിട്ടുണ്ട്. ദാ ഓറഞ്ച് ഇവിടെ മാച്ചിങ് അല്ല, ബ്ലൂവും യെല്ലോ മാത്രമേ മാച്ചിങ് ഉള്ളൂ. അതാ ഇവിടെ മാച്ചിങ് അല്ല. ഇത് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ഗ്രീൻ മാച്ചിങ് അല്ല. മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല നിങ്ങൾക്ക്. ഈ ഗ്രീൻ ഇവിടെ എങ്ങും വന്നിട്ടില്ല, അപ്പുറത്താണ് ഗ്രീനിൻ്റെ സെൻറ്റർ പോയിന്റ്. അപ്പം ഇത് മാച്ചിങ് അല്ല. നമുക്ക് മാച്ചിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള കട്ടയെന്ന് നോക്കുക. അതാ ഇത് മാത്രമാണ് നമുക്ക് മാച്ചിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള ക്യൂബ്. റെഡ് ഇവിടെ സെൻറ്ററിലുണ്ട്, യെല്ലോ ഇവിടെ സെൻറ്ററിലുണ്ട്, ഗ്രീൻ ഇവിടെ സെൻറ്ററിലുണ്ട്. മാച്ചിങ് ആയിട്ടുള്ള ക്യൂബിനെ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് പിടിക്കുന്നു. നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഫോർമുല ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ടോപ്പ് ഒരു തവണ ലെഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് ഒരു തവണ അപ്പ് ചെയ്യുന്നു, ടോപ്പ് റിട്ടേൺ വരുന്നു, ലെഫ്റ്റ് അപ്പ് ചെയ്യുന്നു, ടോപ്പ് വീണ്ടും ലെഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് ഡൗണിലോട്ട് വരുന്നു, ടോപ്പിനെ വീണ്ടും റിട്ടേൺ കൊണ്ടുവരുന്നു, ലെഫ്റ്റ് സൈഡ് ഡൗൺ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മുടെ ഇത് മാച്ചിങ് ആണെന്ന് നോക്കണം. പക്ഷേ നമുക്ക് മാച്ചിങ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു കട്ടയാണ് ഇരിക്കുന്നത്. ഇവിടെ മാച്ചിങ് അല്ല, ഓറഞ്ച് ഇവിടെ ഇല്ല. വീണ്ടും സെയിം ഫോർമുല നമുക്ക് മാച്ചിങ് ആവുന്നത് നമ്മുടെ മനസ്സിലായില്ലേ? ഈ 1, 2, 3 ഈ ഒരു കട്ടയ്ക്ക് 3 പോർഷനാണുള്ളത്. 1, 2, 3 ഈ 3 കളർ ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ ഉണ്ടാവണം. ഇവിടെ യെല്ലോ മാത്രമേ ഉള്ളൂ, ഓറഞ്ച് ഇല്ല, ഗ്രീൻ ഇല്ല. ഇതൊക്കെ വേറെ എവിടെയാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ളത് ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് തന്നെ നമ്മൾ സെയിം ഫോർമുല ചെയ്യുന്നു. ടോപ്പ് ലെഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് അപ്പ് ചെയ്യുന്നു, ടോപ്പ് റൈറ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് അപ്പ് ചെയ്യുന്നു, വീണ്ടും ടോപ്പ് റിട്ടേൺ കൊണ്ടുപോകുന്നു, റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുന്നു, ടോപ്പിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു, ലെഫ്റ്റ് സൈഡ് ഡൗൺ ചെയ്യുന്നു. ഇപ്പം നമുക്ക് മാച്ചിങ് ക്യൂബ് കിട്ടിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ഇതാ ഇവിടെ യെല്ലോ ടോപ്പിലുണ്ട്, ബ്ലൂ ഇവിടുത്തെ സെൻറ്റർ പോയിൻറ്റ്, റെഡ് ഇവിടുത്തെ സെൻറ്റർ പോയിൻറ്റ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് ഓൾറെഡി മാച്ചായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ക്യൂബ് ഏകദേശം ഇവിടെ മാച്ചായിട്ട് ഇങ്ങനെ വന്നില്ലെങ്കിൽ പോലും നമ്മൾ അടുത്ത ഫോർമുല, ലാസ്റ്റ് ഫോർമുലയാണ്. നമ്മുടെ യെല്ലോ ഇവിടെ ഉണ്ട്. നമ്മൾ വെച്ചേക്കുന്ന ആ പൊസിഷൻ മാറ്റിയിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. യെല്ലോനെ ഇവിടെ കൊണ്ടെത്തിക്കണം. അതിനെന്താ ചെയ്യുന്നത്? ഇതിന് വേറെ ഈ ഒരു ഫോർമുല ജസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ യെല്ലോ ടോപ്പിൽ വരുന്ന നേരെ റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുന്നു, ഈ ബോട്ടം ലെഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് അപ്പ് ചെയ്യുന്നു, ബോട്ടം റൈറ്റ് ചെയ്യുന്നു. സെയിം തന്നെ കണ്ടിന്യൂ ചെയ്യുക. റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുന്നു, ബോട്ടം ലെഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് അപ്പ്, ബോട്ടം റൈറ്റ് ചെയ്യുന്നു, റൈറ്റ് ഡൗൺ, ബോട്ടം ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, ബോട്ടം റൈറ്റ്, റൈറ്റ് ഡൗൺ, ബോട്ടം ലെഫ്റ്റ്, റൈറ്റ് അപ്പ്. മുകളിൽ വന്നിട്ടുണ്ട്. ബട്ട് ഇത് നമ്മൾ റിട്ടേൺ കൊണ്ടുപോകണം തിരിച്ച്. ഓക്കെ, കൊണ്ടുവന്നു. നമ്മുടെ എല്ലാം മുകളിലെത്തി. ഇനി ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഇനി മുകളിലെല്ലാം ഇവിടെ ഈ ഒരെണ്ണം കൂടെയാണ് നമുക്ക് മാച്ച് ആവാനുള്ളത്. ഇതിനെയും നമ്മളിതാ ഇവിടെ കൊണ്ടുവരുന്നു. ഇതിനെ നമ്മൾ ഈ റൈറ്റ് പൊസിഷനിൽ തന്നെ കൊണ്ടുവരണം. ഒരിക്കലും അങ്ങോട്ട് തിരിച്ച് പിടിക്കരുത്. ഈ സാധനത്തിന് കറക്കി ഇവിടെ കൊണ്ടുവരണം. ഫോർമുല സെയിം ഫോർമുല. റൈറ്റ് ഡൗൺ ചെയ്യുന്നു, ലെഫ്റ്റ് ബോട്ടം ലെഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് അപ്പ് ചെയ്യുന്നു, ബോട്ടം റൈറ്റ് ചെയ്യുന്നു, റൈറ്റ് ഡൗൺ ചെയ്യുന്നു, ബോട്ടം ലെഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് അപ്പ് ചെയ്തു, മാച്ചായിട്ടുണ്ട്, ബോട്ടം റൈറ്റ് ചെയ്യുന്നു,
ഇത് നമുക്ക് എങ്ങനെ ഇരുന്നാലും നമുക്കിങ്ങനെ പൊസിഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സെറ്റാവും. വളരെ ഈസി ആയിട്ടുള്ള ഫോർമുലയാണ്. നമുക്ക് ടഫായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജസ്റ്റ് ഫോളോ ചെയ്ത് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലൊരു ക്യൂബ് ഉണ്ടായിരിക്കണം. നമ്മൾ അത് വെച്ച് ഈ വീഡിയോ നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമുള്ള സ്റ്റെപ്പാണ്. ഞാൻ ഇതിന് മുന്നേ വേറൊരു സ്റ്റെപ്പിലും ചെയ്തിട്ടുണ്ട്. അത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഞാനത് മറന്നു പോകും. വീണ്ടും ഞാനത് എഴുതിയിട്ടതൊക്കെ ഓർത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു തവണ നമ്മളെ ഒന്ന് ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് 2 ദിവസം ഒരിക്കലും നമ്മളൊരു ക്യൂബ് എടുത്തിട്ട് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ മറന്നു പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അത് ക്ലിയർ ആയിട്ട് കമൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഈ ഫോർമുല റൈറ്റ് അപ്പ് അല്ലെങ്കിൽ നമ്മൾ R+U അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ എഴുതി വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യൂബ് മാച്ച് ആവും. അതിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് തോന്നിയത്, നിങ്ങൾക്ക് ടഫായിട്ടാണോ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത്, ആ ഒരു നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.